മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഹിദായത്ത് ലഭിച്ചു, സന്മാർഗത്തിൻ്റെ പാതയിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമുള്ള കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ദുനിയാവിലേക്ക് ലഭിച്ച പലതരത്തിലുള്ള അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നമ്മൾ വാചാലരാകുന്ന സമയത്ത് വിശുദ്ധ ഖുർആനിന്റെ ഒരു വചനത്തെ കൃത്യമായി കൊണ്ട് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. ലഖദ മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലാ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നിയോഗിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അല്ലാഹുവിൽ നിന്നുള്ള ഏറ്റവും നല്ല അധ്യാപനങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരാനും നമ്മളെ സംസ്കരിക്കാനും അതുപോലെ തന്നെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരാനും ഹുക്മുകളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ബോധനം നൽകുവാനും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്തിന്റെ പെരുമാറിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അയച്ചു എന്നുള്ളത് മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ അനുഗ്രഹമാണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലും തുടർന്ന് മദീനയിലുമായിക്കൊണ്ട് 23 വർഷത്തെ പ്രബോധന കാലയളവിൽ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അധിപനായിക്കൊണ്ട് നിലകൊള്ളുന്ന സന്ദർഭത്തിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങൾ നമ്മൾ വായിച്ചു നോക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു സ്വേച്ഛാധിപതിയായിട്ടുള്ള ഭരണാധികാരിയായിരുന്നില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ മുഴുവനും അദ്ദേഹത്തിന്റെ കൂടെ കൂട്ടിക്കൊണ്ട് എല്ലാവരോടും വിനയം കാണിച്ചുകൊണ്ട് എല്ലാവരോടും കാരുണ്യം കാണിച്ചുകൊണ്ട് ഏറ്റവും നല്ല ധാർമ്മിക ബോധത്തിന്റെ വക്താവായിക്കൊണ്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ആ ഒരു കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകളുടെ അമീറായിരുന്നുവെന്ന് ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന കാര്യമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരാ, ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ സ്വഹാബാക്കളെ മാത്രമല്ല സ്നേഹിച്ചിരുന്നത്, മറിച്ച് ലോകത്തേക്ക് കടന്നു വരാനിരിക്കുന്ന ഓരോ മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകളെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിയായി സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളായിട്ടുള്ള ആളുകളോട് പറയുന്നുണ്ട്, വദിത്തു അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനനാ. ഞാൻ എൻ്റെ ഇഖ്വാനുകളെ കാണാൻ അതിയായി ആഗ്രഹിക്കുന്നു. സ്വഹാബാക്കളായിട്ടുള്ള ആളുകൾ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, അവലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങയുടെ ഇഖ്വാനുകൾ ഞങ്ങളല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. പ്രവാചകൻ മറുപടി കൊടുക്കുകയാണ്, അൻതും അസ്ഹാബി, നിങ്ങൾ എൻ്റെ സ്വഹാബാക്കളായിട്ടുള്ള ആളുകളാണ്, നിങ്ങൾ എൻ്റെ സന്തത സഹചാരികളായിട്ടുള്ള ആളുകളാണ്. വ ഇഖ്വാനുനാ അല്ലദീന ലം യഅതു ബഅദു, എൻ്റെ ഇഖ്വാനുകൾ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ശേഷം ലോകത്തേക്ക് കടന്നു വരാനിരിക്കുന്ന ആളുകളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് മക്ക എന്ന ഊശ്വര ഭൂമിയിൽ ജീവിച്ച മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകാവസാനം വരെയുള്ള മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകളെ സ്നേഹിച്ചുവെന്ന് ചരിത്രത്തിന്റെ താളുകളിലൂടെയും ഹദീസിന്റെ അധ്യാപനങ്ങളിലൂടെയും കൃത്യമായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹിദായത്തിന്റെ പാതയെ നമുക്ക് കാണിച്ചു തന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെല്ലാവരും മരണപ്പെട്ട് നാളെ റബ്ബിന്റെ കോടതിയിൽ വിചാരണയ്ക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ കടന്നു വരിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രവാചകൻ പറയുന്നുണ്ട്, ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബത്തുൻ, എല്ലാ അമ്പിയാക്കന്മാർക്കും ഉറപ്പായിട്ടും ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയുണ്ട്. ഫതഅജല കുല്ലു നബിയ്യിൻ ദഅവതഹും, എന്നാൽ മുൻകഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാർ മുഴുവനും ഇഹലോകത്ത് വെച്ച് തന്നെ അവരുടെ ആ ഒരു പ്രാർത്ഥനയെ അവർ ഉപയോഗിച്ചു എന്നുള്ളതാണ്. എന്റെ ഒരു പ്രാർത്ഥനയെ എന്റെ ഉമ്മത്തിന് ശഫാഅത്തിന് വേണ്ടിക്കൊണ്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ ഒരു പ്രവാചകനെ അത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്ന, അത്രത്തോളം നമ്മളെ സ്നേഹിച്ച ആ ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആത്മാർത്ഥമായി കൊണ്ട് സ്നേഹിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പ്രവാചക സ്നേഹം ഏറെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരൽപ്പം ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം പിതാവിനേക്കാളും സ്വന്തം മക്കളെക്കാളും
ലോകത്തുള്ള മറ്റാരെക്കാളുമൊക്കെ അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ പ്രവാചകന്റെ കവിയായിരുന്ന ഷാഇറുർ റസൂൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം പാടുന്നുണ്ട്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു മരണത്തിന്റെ സമയത്ത് അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന്റെ കണ്ണുകളോട് പറയുന്നുണ്ട്, ഒരു കാലത്തും തുല്യത കണ്ടെത്താൻ കഴിയാത്ത ഒരു മനുഷ്യന്റെ കാര്യത്തിൽ നിങ്ങൾ വിലപിച്ചുകൊള്ളുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുൻകഴിഞ്ഞു പോയിട്ടുള്ള കാലഘട്ടങ്ങളിൽ ജീവിച്ച ആളുകളുടെ ജീവിതത്തിലെ വലിയ നഷ്ടബോധം എന്ന് പറയുന്നത് പ്രവാചകനെ പോലെ ഒരു മനുഷ്യൻ അവരുടെ ജീവിതത്തിൽ ഇല്ലാതായി എന്നുള്ളതാണ്. മാത്രമല്ല പ്രവാചകന്റെ കാലശേഷം ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകളുടെ ജീവിതത്തിലുള്ള വലിയ നഷ്ടബോധം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഒരു മനുഷ്യൻ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിന്റെ വചനത്തിലൂടെയും തിരുസുന്നത്തിന്റെ അധ്യാപനങ്ങളിലൂടെയും ആ ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ധാരാളമായി കൊണ്ട് സ്നേഹിക്കണമെന്നും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു വഉമ്മഹാതുഹു. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്വന്തം ദേഹത്തെക്കാളേറെ, നമ്മുടെ സ്വന്തം ശരീരത്തെക്കാളേറെ, നമ്മുടെ കുടുംബക്കാരെക്കാളേറെ, നമ്മുടെ കൂട്ടുകാരെക്കാളേറെ നമ്മളുമായി ആത്മബന്ധം പുലർത്തുന്ന എല്ലാവരെക്കാളും ഒക്കെ ആയിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ഇഷ്ടക്കാരുടെ ലിസ്റ്റിന്റെ ആ ഒരു മുൻപന്തിയിലേക്ക് കടന്നു വരണമെന്നുള്ളതാണ്. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅശീറതുകും വഅസ്വാജുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ ലം തഖ്ശൗന കസാദഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലില്ലാഹി ഫതറബ്ബസു ഹത്താ യഅതിയല്ലാഹു ബിഅംരി. ശുദ്ധ ഖുർആനിന്റെ വചനത്തിലൂടെ മാലോകർക്ക് പറഞ്ഞു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. ഇൻ കാന ആബാഉകും നിങ്ങളുടെ പിതാക്കൾ, വഅബ്നാഉകും നിങ്ങളുടെ മക്കൾ, വഇഖ്വാനുകും വഅസ്വാജുകും നിങ്ങളുടെ സഹോദരന്മാർ, നിങ്ങളുടെ പത്നിമാർ, വഅശീറത്തുകും നിങ്ങളുടെ കുടുംബക്കാർ, വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ നിങ്ങൾ സമ്പാദിച്ച നിങ്ങളുടെ സമ്പാദ്യങ്ങൾ, വതിജാറത്തുൻ ലം തഖ്ശൗന കസാദഹാ മാന്യം വരുമെന്ന് നമ്മൾ ഭയപ്പെട്ട നമ്മുടെ കച്ചവടങ്ങളായിട്ടുള്ള കാര്യങ്ങൾ, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലില്ലാഹ്. ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലാഹുവിനേക്കാളേറെ, റസൂലിനേക്കാളേറെ, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളേറെ നമ്മുടെ ഇഷ്ടത്തിന്റെ പട്ടികയിൽ മുകൾ പന്തിയിലേക്ക് വരികയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ശിക്ഷ നമ്മളിലേക്ക് ഭവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയങ്ങളുമില്ല. മഹാനായ ഇസ്ലാമിക ലോകത്തെ രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കലേക്ക് വരികയാണ്. പ്രവാചകനോട് പറയുന്നുണ്ട്, അള്ളാഹിന്റെ പ്രവാചകരെ, എന്റെ ശരീരം കഴിഞ്ഞ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അത് നിങ്ങളെയാണ് പ്രവാചകരെ എന്ന് പറഞ്ഞപ്പം റസൂൽ തിരിച്ച് മറുപടി പറയുകയാണ്, ഉമറാൻ നിന്റെ വിശ്വാസം പൂർത്തിയായിട്ടില്ല, ഉമറാൻ നിന്റെ ഈമാൻ പൂർത്തിയായിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മാറ്റി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ശരീരത്തെക്കാളേറെ സ്നേഹിക്കുന്നത് അള്ളാഹിന്റെ പ്രവാചകരെ താങ്കളെയാണെന്ന് പറഞ്ഞപ്പോൾ അൽആൻ യാ ഉമർ, ഉമറേ ഇപ്പോഴാണ് നിന്റെ വിശ്വാസം പൂർണ്ണമായത് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. ഈമാനിന്റെ മാധുര്യം നുകരാൻ, ഈമാനിന്റെ മാധുര്യം കരസ്ഥമാക്കാൻ 3 കാര്യങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ അതിലേക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. നമ്മുടെ കുടുംബത്തെക്കാളേറെ, നമ്മുടെ കൂട്ടുകാരെക്കാളേറെ, നമ്മുടെ നാട്ടുകാരെക്കാളേറെ, നമ്മുടെ ഭാര്യമാരെക്കാളേറെ, നമ്മുടെ മക്കളെക്കാളേറെ, മാതാപിതാക്കളെക്കാളേറെ, നമ്മുടെ സമ്പത്തിനേക്കാളേറെ, നമ്മുടെ കച്ചവടങ്ങളെക്കാളേറെ അള്ളാഹുവും അവന്റെ പ്രവാചകനെയും സ്നേഹിക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയുകയാണെങ്കിൽ ഈമാനിന്റെ മാധുര്യം നുകരാൻ നമുക്ക് സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രവാചക അധ്യാപനങ്ങളെ കൃത്യമായി കൊണ്ട് നെഞ്ചോട് ചേർത്തവരായിരുന്നു സഹാബാക്കളായിട്ടുള്ള ആളുകൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, ഹിജ്റ വേളയിൽ പ്രവാചകന്റെ കൂടെ യാത്ര പോകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, റസൂൽ അങ്ങ് മരിച്ചുപോയി എന്ന് പറഞ്ഞപ്പോൾ മദീനത്തെ പള്ളിക്ക് ചുറ്റും
അദ്ദേഹത്തിന്റെ ഉരുപ്പിടിച്ച വാളുമായി കൊണ്ട് മുഹമ്മദ് മരിച്ചു എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ അവന്റെ തലയെടുക്കുമെന്ന് പറഞ്ഞ അത്രത്തോളം പ്രവാചക സ്നേഹമുണ്ടായിരുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ 2 പുത്രിമാരെ കല്യാണം കഴിച്ചുകൊണ്ട് ദുന്നൂറൈൻ എന്ന പേര് ലഭിച്ച പ്രവാചകന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ധാരാളമായി സമ്പത്ത് ചെലവഴിച്ച മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഹിജ്റ വേളയിൽ ശത്രുക്കള് പ്രവാചകന്റെ വീടിനെങ്ങനെ വലയം വെക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകന്റെ വിരിപ്പിൽ കിടക്കാൻ സന്നദ്ധത കാണിച്ച അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഉഹുദിന്റെ രണാങ്കണത്തിൽ പ്രവാചകന് നേരെ വരുന്ന ഓരോ വമ്പുകളെയും പ്രവാചകന് നേരെ വരുന്ന ഓരോ വാളിനെയും സ്വന്തം ശരീരത്തിലേക്ക് നിർഭയത്വത്തോടുകൂടെ ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പരിചയന്നോളം നിലയുറപ്പിച്ച തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായിരുന്ന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പ്രവാചകന്റെ കൂടെ ജീവിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഓരോ ഏടുകളെയും കൃത്യമായി കൊണ്ട് ഒപ്പിയെടുത്തുകൊണ്ട് ലോകാവസാനം വരെയുള്ള ആളുകൾക്ക് പഠിക്കാൻ ആവശ്യമായ അധ്യാപനങ്ങൾ നൽകിയ ഏറ്റവും വലിയ പണ്ഡിതയായിരുന്ന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പ്രവാചകനെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് പ്രവാചകനെ കാണാൻ ആളുകൾ വരുന്നുണ്ട്. ഒരാളിങ്ങനെ വരുമ്പോൾ അയാളുടെ വായിൽ ഒരു അറാക്കിന്റെ കൊള്ളിങ്ങനെ പ്രവാചകൻ കാണാണ്. പ്രവാചകന്റെ കണ്ണുകളുമെല്ലാം അങ്ങോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ആ പ്രവാചകന്റെ കണ്ണിന്റെ അനക്കത്തിൽ നിന്ന് പ്രവാചകന്റെ ആവശ്യത്തെ തിരിച്ചറിഞ്ഞ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ അവരുടെ കയ്യിലുണ്ടായിരുന്ന അറാക്കിനെ സ്വന്തം വായിലിട്ടുകൊണ്ട് അതിനെങ്ങനെ ചവച്ചുകൊണ്ട് പരിവപ്പെടുത്തിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ ഉത്തമമായിട്ടുള്ള ഉദാഹരണങ്ങൾ പ്രവാചകന്റെ പുത്രിയായിരുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ സഅദ് ഇബ്നു മുആദിനെ പോലെയുള്ള മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഇസ്ലാമിക ലോകത്തെ ഒട്ടനേകം തരത്തിലുള്ള സഹാബാക്കളായിട്ടുള്ള ആളുകളുടെ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേട്ടുകൊണ്ട് പ്രവാചകന്റെ കൂടെ ജീവിച്ചുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് അവർ പ്രവാചകനെ സ്നേഹിച്ചിരുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എങ്ങനെയാണ് നമ്മൾ പ്രവാചകനെ സ്നേഹിക്കുക? പ്രവാചകനെ കാണാനുള്ള അവസരങ്ങളില്ല, പ്രവാചകനെ കേൾക്കാനുള്ള അവസരങ്ങളില്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കാനുള്ള അവസരങ്ങളില്ല. എങ്ങനെയാണ് നമ്മൾ പ്രവാചകനെ സ്നേഹിക്കുക? ആത്മാർത്ഥമായി കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനിൽ വിശ്വസിച്ചുകൊണ്ട് പ്രവാചകൻ കാണിച്ചു തന്ന രൂപങ്ങളെല്ലാം ചെയ്തുകൊണ്ട് വിലക്കിയ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് പ്രവാചകനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു. മുഅ്മിനുകളായിട്ടുള്ള ആളുകളുടെ പ്രത്യേകതയായി പറയുന്നത് ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി, അവർ അല്ലാഹു റസൂലിലും വിശ്വസിക്കും. സുമ്മ ലം യർതാബു, പിന്നെ ആ വിശ്വാസത്തിന്റെ കാര്യത്തിൽ അവർക്ക് കളങ്കങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്, അവർക്ക് സംശയങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ്. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറ. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഹിദായത്ത് ലഭിച്ചതിന് ശേഷം ധിക്കാരം പ്രവർത്തിക്കുകയാണെങ്കിൽ, മതത്തിലില്ലാത്തത് പുതുതായി കൂട്ടിച്ചേർത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിച്ചുകൊണ്ട് ഇസ്ലാമികപരമല്ലാത്ത അധ്യാപനങ്ങളെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയാണെങ്കിൽ ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം, നരകത്തിന്റെ അഹിലുകാരായിക്കൊണ്ട് ആ ഒരു വിഭാഗം ആളുകൾ മാറുമെന്നുള്ളതാണ്. വസാഅത് മസീറ, അവർക്ക് മോശപ്പെട്ട പര്യവസാനമായിരിക്കുമെന്നും വിശുദ്ധ ഖുർആനിന്റെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധനം നൽകുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. അങ്ങനെയാണെങ്കിൽ യുഹ്ബിബുകുമുല്ലാഹ, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുകയും വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരികയും ചെയ്യും. മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി, ആരെങ്കിലും എന്റെ സുന്നത്തിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവൻ എന്നെയും ഇഷ്ടപ്പെട്ടു. വമൻ അഹബ്ബനി, ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാന മഅി ഫിൽ ജന്ന, അവൻ എൻ്റെ കൂടെ സ്വർഗ്ഗത്തിലായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ യുതിഇല്ലാഹ വർ-റസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖ. വിശുദ്ധ ഖുർആനിന്റെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമൻ യുതിഇല്ലാഹ വർ-റസൂൽ,
ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുകയാണെങ്കിൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ, ആ ഒരു വിഭാഗം ആളുകളുടെ സ്ഥാനം എന്ന് പറയുന്നത് അമ്പിയാക്കന്മാരായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ, സുദ്ദീഖീങ്ങളായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ നിന്ന്, ശുഹദാക്കളായിട്ടുള്ള സ്വാലിഹീങ്ങളായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിലായിരിക്കും ആ ഒരു വിഭാഗം ആളുകളുടെ സ്ഥാനമെന്ന് വിശുദ്ധ ഖുർആനിന്റെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അവസാനിപ്പിച്ചില്ല, വഹസുന ഉലൈക റഫീഖാ, അവരെത്ര നല്ല കൂട്ടുകാരെന്നാണ് വിശുദ്ധ ഖുർആനിന്റെ വചനത്തിലൂടെ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, കൃത്യമായി കൊണ്ട് ജീവിതത്തിന്റെ സകലമാന മേഖലകളെയും, ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ അതേപടി ജീവിതത്തിലേക്ക് പുലർത്തുന്ന, അതേപടി ജീവിതത്തിലേക്ക് പാലിക്കുന്ന ഏറ്റവും നല്ല മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. 23 വർഷത്തെ പ്രബോധന പ്രവർത്തനങ്ങൾ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഴുവൻ കാര്യങ്ങളും പഠിപ്പിച്ചു. യുഖർരിബുകും മിനൽ ജന്നതി വയുബാഇദുകും മിനൻ നാർ, സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് അകറ്റുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധന നൽകി. ഹറാമുകളെയും ഹലാലുകളെയും വ്യവച്ഛേദിച്ച് മനസ്സിലാക്കി തന്നും അങ്ങനെയുള്ള ഒരു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ ആതാകുമുർ റസൂലു ഫഖുദു, അല്ലാഹുവിന്റെ പ്രവാചകർ നമുക്ക് കൊണ്ടുവന്നെത്തുന്ന കാര്യങ്ങൾ അതിനെ നമ്മൾ മുറുകെ പിടിക്കുകയും വമാ നഹാകും അൻഹു ഫൻതഹു, നമ്മുടെ മേൽ അല്ലാഹുവിന്റെ പ്രവാചകൻ വിരോധിച്ച കാര്യങ്ങളെ ഉപേക്ഷിക്കുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ കൃത്യമായി കൊണ്ട് പ്രവാചകാധ്യാപനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട്, ഇസ്ലാമിക ശരീഅത്തുകളെ മനസ്സിലാക്കിക്കൊണ്ട്, ഇസ്ലാമിക നിയമങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും നല്ല ഒരു ജീവിതം നയിക്കുവാനും, അങ്ങനെ പ്രവാചകനെ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന, റസൂൽ ഇഷ്ടപ്പെടുന്ന, അതിന്റെ ഭാഗമായി കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഏറ്റവും നല്ല മുഅ്മിനുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.